ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ +1 കഴിഞ്ഞു, ഒരു പുതിയ അക്കാഡമിക് ഇയറിലോട്ട് പോവുകയാണ് അല്ലേ. അതായത് നമ്മൾ +2 എത്തി. നമുക്കറിയാം +2ന് ശേഷമാണ് നമ്മൾ ഏതൊരു ഫീൽഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുക. നമുക്കറിയാം ഇഷ്ടംപോലെ ഫീൽഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കോഴ്സ് എന്താ, BTech ആണ്. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സയൻറ്റിസ്റ്റ് ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവേണ്ട കോളേജ് എന്താ, നിങ്ങൾക്ക് IISc, അതേപോലെ ഐസർ, നൈസറൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇനി മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാം എന്താ, നീറ്റ് എക്സാമാണ്. അതായത് നിങ്ങൾ +2ന് ശേഷം നിങ്ങൾ ഏത് ഫീൽഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, അവിടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുന്നത് മെയിനായിട്ടും നമ്മുടെ JEE ചൂസ് ചെയ്തിട്ടുള്ള, അതായത് BTech താല്പര്യമുള്ള, എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ +2ന് ശേഷം ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാണ്ട് ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ ബോർഡ് എക്സാമിൻ്റെ സിലബസ് തന്നെ പഠിച്ചാൽ മതിയോ? നമുക്കറിയാം ഞാൻ ഈ പറഞ്ഞ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും സിലബസ് ആക്ച്വലി എന്താ, നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കേണ്ട സെയിം സിലബസ് തന്നെയാണ്. സിലബസ് യാതൊരു മാറ്റവും. അതുകൊണ്ട് ബോർഡ് എക്സാം വേറെ, കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള പ്രാക്ടീസ് വേറെ ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആകെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ബോർഡ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ലെവലായിരിക്കില്ല എൻട്രൻസിന് ഉണ്ടാവും. രണ്ടും സെയിം സിലബസ് ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ എന്തുണ്ട്, നല്ല പോലെ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് ബോർഡ് എക്സാം ലെവലിൽ മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, എൻട്രൻസ് ലെവലിലും എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് രണ്ടും ബോർഡ് എക്സാമിനും അതേപോലെ ഞാൻ പറഞ്ഞ ഈ കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബോർഡ് എക്സാമും ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാം ഒക്കെ നിങ്ങളെ പരിശീലിപ്പിക്കുന്ന, നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സൈലത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ ബാച്ചാണെന്ത്, സൂപ്പർ കിങ്സ് സ്റ്റേറ്റ് ബാച്ച്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ബാച്ചിൻ്റെ, ഈ സൂപ്പർ കിങ്സ് സ്റ്റേറ്റ് ബാച്ചിൻ്റെ അക്കാഡമിക് പ്ലാൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ജൂണിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ജൂൺ 7th എന്ത് ചെയ്യും, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ഓരോരോ മന്തിലെയും ഏതൊക്കെ ടോപ്പിക് എടുക്കും, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് കവർ ചെയ്യാന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് ആൾറെഡി എന്ത് ചെയ്യും, അയച്ചു തരും. അതിനുശേഷം നമ്മൾ ജൂൺ തൊട്ട് ഡിസംബർ വരെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലാസ് ഉണ്ടാവും. അതായത് ഡിസംബറോടെ സിലബസ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. അപ്പോൾ പല കുട്ടികൾക്കൊരു ഡൗട്ട് ഉണ്ട്, അതായത് ഞാൻ പറഞ്ഞ ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ +1 ഒന്നും ചോദിക്കുമല്ലോ, +1 അല്ല നമ്മൾ മറന്നു പോയിട്ടുണ്ടല്ലോ, അപ്പോൾ എന്താ ചെയ്യാന്ന്. ഈ ഒരു അക്കാഡമിക് പ്ലാനിൽ നമ്മൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, +1ൻ്റെ റിവിഷനും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ജൂൺ തൊട്ട് ഡിസംബർ വരെ +2 എൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ +1 സിലബസ് എന്ത് ചെയ്യും, അതിൻ്റെ റിവിഷനിലൂടെ, അതായത് ഓരോരോ സബ്ജക്ട്, ഓരോരോ ചാപ്റ്റേഴ്സിന് 2-3 മണിക്കൂർ വെച്ചിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ജൂൺ തൊട്ട് ഡിസംബർ വരെ നിങ്ങൾക്ക് +2 കംപ്ലീറ്റ് ആയിട്ട് എടുക്കും. അതേപോലെ തന്നെ +1ൻ്റെ കംപ്ലീറ്റ് റിവിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രണ്ട് ടോപ്പിക്ക് +1 +2 NCERT നല്ല വൃത്തിയായിട്ട് പഠിച്ച കുട്ടികൾക്ക് കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി പറയണം, അതായത് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാലോ, നമ്മൾ പഠിച്ചത് നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ കുറേ എന്ത് വേണം, എക്സാമുകൾ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ നിങ്ങൾ ടോപ്പിക് എടുക്കുന്ന സമയത്തും ഓരോ 2 വീക്കിന് ശേഷം FAT എന്നുള്ള എക്സാം, അതേപോലെ GIB എന്നുള്ള എക്സാമും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സൈലം പ്രൊവൈഡ് ചെയ്യും. അതായത് ഒരു എൻ്റയർ സിലബസ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓൾ കേരള എല്ലാ കുട്ടികളോടും കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സാമാണ് GIB. അപ്പോൾ GIB എക്സാമുകളും അതേപോലെ FAT എക്സാമുകളും പിന്നെ ചാപ്റ്റർ വൈസ് എക്സാമുകളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസംബറിന് ശേഷമുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഡിസംബറിന് ശേഷം നമുക്കറിയാം ജാനുവരി എന്ത് ചെയ്യുന്നുണ്ട്, phase 1 JEE എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഡിസംബർ തൊട്ട് ജാനുവരി വരെ ആ JEE എക്സാമിൻ്റെ റിവിഷനും JEE എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും. അതിനുശേഷം ഫെബ്രുവരി ടു മാർച്ച് നമുക്കറിയാം ബോർഡ് എക്സാം നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ട് ഫെബ്രുവരി ടു മാർച്ച് വരെ നിങ്ങൾ ബോർഡ് എക്സാമിൻ്റെ റിവിഷനും കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂസീവായിട്ട് എന്ത് ചെയ്യും, ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കും. ബോർഡ് എക്സാമിന് ശേഷം നമുക്കറിയാം ഏപ്രിലിൽ എന്ത് ചെയ്യുന്നുണ്ട്, JEE എക്സാം വീണ്ടും ഉണ്ട്, JEE മെയിൻസ് phase 2 ഉണ്ട്. ആ phase 2ൻ്റെ റിവിഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാർച്ചിന് ശേഷം നിങ്ങൾ ബോർഡ് എക്സാമിന് ശേഷം ഏപ്രിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ JEE മെയിൻസ് ക്വാളിഫൈ ചെയ്ത് JEE അഡ്വാൻസിലോട്ട് കിടക്കുകയാണെങ്കിൽ JEE അഡ്വാൻസിൻ്റെ റിവിഷനും JEE അഡ്വാൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഓഫ്ലൈനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈലന്റ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂൺ തൊട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന ലാസ്റ്റ് എൻട്രൻസ് എക്സാം വരെ സൈലന്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എത്രയും നമ്മൾ ആൾറെഡി ഇതിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ജൂൺ 7th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ലാഗ് ആവുന്നുണ്ടോ അത്രത്തോളം ചാപ്റ്റർ നമുക്ക് എന്തായി പോകും, മിസ്സായി പോകും. ഇനി അഥവാ ക്ലാസ് റെക്കോർഡഡ് ആണ്, ലേറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ക്ലാസ് കാണാം, പക്ഷേ ലൈവിൻ്റെ കൂടെ തന്നെ ക്ലാസ് കണ്ടു തീർക്കുമ്പോൾ അത്രത്തോളം എന്താണെങ്കിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. അപ്പോൾ ഈ ബാച്ചിന് സൈലം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫീസിൻ്റെ 10% റിഡക്ഷൻ ഉണ്ടാവും. SKS 10 എന്നുള്ള കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഓഫർ എന്ത് ചെയ്യാൻ ലഭ്യമാക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ വെച്ച് കാണാം. അതുവരെ